ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ഓർത്തു സൺസ്ക്രീനെ പറ്റിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള 3-4 സൺസ്ക്രീൻ ഞാൻ പറഞ്ഞുതരാം. 5 സൺസ്ക്രീൻ ഞാൻ പറഞ്ഞുതരാം. 2 എൻ്റെ കയ്യിലില്ല, അല്ലാതെ തന്നെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കും. അതിന് മുന്നേ തന്നെ നമ്മൾ എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. എനിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, എൻ്റെ കയ്യിൽ സൺസ്ക്രീൻ ഉണ്ടെങ്കിലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പലരും ഇപ്പോഴും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അതായത് സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ നമ്മുടെ ടോണർ, മോയ്സ്ചറൈസർ, സിറം ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പം നല്ല രീതിക്ക് ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ ടാൻ ഒക്കെ അടിച്ചിട്ടായിരിക്കും തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പം അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ടാനും കാര്യങ്ങളൊക്കെ വരുന്നത്. സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്കിന്ന് ഡാമേജ് ആവുകയും ചെയ്യും, ഏജിങ് കൂടും, പിഗ്മെന്റേഷൻ, സൺബേൺ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും. ഇപ്പം നമ്മൾ വിചാരിക്കും എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത സമയത്ത് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, നമുക്ക് തോന്നത്തില്ലായിരുന്നു. ലൈക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ടാൻ മാറാനുള്ള പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അത് മാറ്റും. പക്ഷെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം എനിക്ക് സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിന് ഇവിടെ ആയിട്ട് ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത്തിരി കുറഞ്ഞു കേട്ടോ. പിഗ്മെന്റേഷൻ കുറച്ചുണ്ടായിരുന്നു ഇവിടെ മാത്രമായിട്ട്. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ പ്രശ്നം മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ സണ്ണിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. സണ്ണിൽ നിന്ന് മാത്രമല്ല നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അല്ലാതെ നമ്മൾ അല്ലാത്ത ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് കുറച്ച് ലൈറ്റ്സ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഒരാള് ഫുള്ള് പട്ടിയാണ് വീട്ടിൽ. ഓക്കെ, സണ്ണിൽ നിന്ന് മാത്രമല്ല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ചിലപ്പോൾ പുതിയ ലൈറ്റ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, ബ്ലൂ ലൈറ്റ് അങ്ങനത്തെ കുറേ ലൈറ്റ് ഒക്കെ ഇല്ല. പിന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ, വരണോ വേണ്ടോ എന്ന് ആലോചിക്കുക. സോ അപ്പോൾ പുതിയ തരം ലൈറ്റ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. സണ്ണ് മാത്രമല്ല കേട്ടോ, ചില റിംഗ് ലൈറ്റ് ഒക്കെ ഇല്ലേ, റിംഗ് ലൈറ്റിന്റെ മുന്നിൽ മാത്രം ഇരിക്കുന്ന, പിന്നെ ലാപ്ടോപ്പിന്റെ മുന്നിൽ മാത്രം ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചില ആൾക്കാർ രാത്രിയിലും ഇടും. രാത്രി ഇടണമെന്നൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ രാത്രി ഇടാറില്ല. ചില ലൈറ്റ് അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ഇടുന്നത്. സോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്കിൻ കെയർ മാത്രമല്ല, നമ്മൾ സൺസ്ക്രീനും കൂടെ ഉൾപ്പെടുത്താൻ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് നല്ലോണം റിസൾട്ട് കിട്ടും. പിന്നെ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്കിൻ കെയർ ഒന്നും ചെയ്യത്തില്ല, മേക്കപ്പ് ചെയ്യത്തില്ല, എനിക്ക് സൺസ്ക്രീൻ വേണ്ട എന്ന് വിചാരിച്ച് ഇപ്പോഴും ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ബോയ്സിനും ഗേൾസിനും സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്തായാലും യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. പിന്നെ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആണ് കേട്ടോ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന അതേപോലെ തന്നെ 2-3 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്യണം. ഇപ്പോൾ സ്റ്റിക്കായിട്ടുള്ള സൺസ്ക്രീൻ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഏതോ ഒരു സൺസ്ക്രീൻ ഇറങ്ങിയിട്ടുണ്ട്, ബ്രാൻഡ് മറന്നുപോയി. അപ്പം ആ ഒരു സൺസ്ക്രീനൊക്കെ ഇപ്പോൾ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിനെപ്പറ്റി അറിയത്തില്ല. സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സ്റ്റിക്കും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. എപ്പോഴും നമ്മൾ ബാഗിൽ നിന്ന് അതെടുത്ത് സ്റ്റിക്ക് എടുക്കണം. പക്ഷേ അതിനെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി സ്റ്റിക്ക്. പക്ഷേ ക്രീം ആകുമ്പോഴത്തേക്ക് നമുക്കത് കയ്യിലെടുത്ത് മുഖത്തെല്ലാം ആയി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു സ്റ്റിക്കാന്ന് തോന്നുന്നു നല്ലത് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 സൺസ്ക്രീൻ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ UV ഡോക്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് UV ഡോക്സിന്റെ സിലിക്കോൺ സൺസ്ക്രീൻ ആണ്. ഇത് SPF 50 PA 3+ ഉണ്ട്, പ്ലസ് ഉണ്ട്, ബ്രോഡ് സ്പെക്ട്രം, UVA UVB നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ഇത്. പിന്നെ ഓയിൽ ഫ്രീ ആണ്, മാറ്റ് ഫിനിഷ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, കുറേ കാര്യങ്ങളുണ്ട്. SPF എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അതായത് കുറച്ച് പ്രൈസിയാണ്. പക്ഷേ എൻ്റെ കണ്ണിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ലൈക്ക് എൻ്റെ ഇങ്ങനെ എന്തോ എരിവ് വരത്തില്ല, ലൈക്ക് പുകയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഫീൽ ചെയ്ത് മാത്രമല്ല, കണ്ണിൽ നിന്ന് നന്നായിട്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ച് വാങ്ങിച്ചതാണ് ഈ ഒരു UV ഡോക്സിന് സൺസ്ക്രീന്. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ 600-700 ആ സ്ഥലത്താന്ന് തോന്നുന്നു, സ്ഥലമില്ല, ആ ഒരു പ്രൈസാന്ന് തോന്നുന്നു ഇതിന്.
സോ ഇതെനിക്ക് അത്യാവശ്യം നല്ലതാണ്. മാറ്റ് ഫിനിഷ് ആണ്, അതായത് മേക്കപ്പിനോടൊക്കെ ഇതായിട്ട് പോകുന്ന ഒരു സൺസ്ക്രീനാണ്. അല്ലാതെ വിയർത്തൊലിച്ച് പോകത്തേക്കില്ലേ, അങ്ങനെ ഒന്നും വരുത്തൊന്നുമില്ല. പെട്ടെന്ന് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോഴത്തേക്കും. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഇത്. ഇത് ഇന്ത്യയിലെ നമ്പർ 1 സൺസ്ക്രീൻ ബ്രാൻഡ് ആണ് ഇത്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ആക്നി ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഏത് സൺസ്ക്രീൻ ആണെങ്കിലും നിങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീൻ ആണ്. നല്ല സൺസ്ക്രീൻ, നല്ല നോർമൽ സ്കിന്നൊക്കെ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലും പറഞ്ഞതാണ്, ആക്നി ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരൊന്ന് ജസ്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മേ ബി അവർ ഇത് തന്നെ ആയിരിക്കും പറഞ്ഞു തരുന്നത്. കുറേ പേർക്ക് അവർ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. സോ ഇതെനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കണ്ണിൽ ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സോ ഇതൊരു നല്ലൊരു സൺസ്ക്രീൻ ആണ് ഇത്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. ഓയിൽ ഫ്രീ ആണ് ഒന്നാമത്തെ കാര്യം. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും ആൻഡ് ഓയിൽ ഫ്രീ ആണ്. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാറ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ലുക്കാണ് നമുക്ക് തരുന്നത്. അതായത് വിയർത്തൊലിച്ച് പോകുന്നൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ, അത്യാവശ്യം നല്ല അടിപൊളി സൺസ്ക്രീൻ തന്നെയാണ് ഇത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പം എൻ്റെ കറൻറ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് സൺസ്ക്രീൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു UV ഡോക്സ് ഞാൻ പറയത്തുള്ളൂ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് അപ്ലൈ ചെയ്ത് ഒരു തിക്കായിട്ടൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആവും കേട്ടോ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ, കുറച്ച് മുടിയിൽ പോയി. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു പ്രത്യേക ഗ്ലോ വരും. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അബ്സോർബ് ആവും. കണ്ടില്ലേ, ഇത്തിരിയും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഈ സ്കിന്നിൽ നമ്മൾ തൊടുമ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൺസ്ക്രീൻ. നിങ്ങൾ നല്ല സൺസ്ക്രീൻ നോക്കി നടക്കുവാണെങ്കിൽ ഇത് മേടിക്കാം കേട്ടോ. അപ്പോൾ UV ഡോക്സ് ആണ് എൻ്റെ ഫസ്റ്റ് വന്നിട്ട് ഫേവറേറ്റ്, ഇപ്പം കറൻറ്റ് ഫേവറേറ്റ് സൺസ്ക്രീൻ വന്നിട്ട് UV ഡോക്സ് ആണ്. ഇതിൻ്റെ ഡോക്സ് അങ്ങനെയല്ലേ പറയുന്നത്. ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. പ്രൊനൗൺസ് ചെയ്യുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഓക്കെ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സൺസ്ക്രീൻ വന്നിട്ട്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. സെക്കൻഡ് സൺസ്ക്രീൻ വന്നിട്ട് എൻ്റെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് ഇച്ചിരി അഫോർഡബിൾ ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും കേട്ടോ. എനിക്ക് ഇതെന്ന് പറഞ്ഞാലും അതും ഒക്കെ തന്നെ ആണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ദേഹത്തൊന്നും അപ്ലൈ ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. കയ്യിലും കഴുത്തിലും ഒന്നും അപ്ലൈ ചെയ്യാറില്ല. അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്പം പോകുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഫേസിലൊന്നും ടാൻ ഉണ്ടാകത്തില്ല. കഴുത്തിലും കയ്യിലും ഒക്കെ ടാൻ നല്ലോണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി നല്ല സൺസ്ക്രീൻ ആണെന്ന്. ഈ 2 എണ്ണം കേട്ടോ, ഇത് 2 എണ്ണം മാത്രമേ ഞാൻ അടുത്തത് കാണിക്കുന്നതും. അത്യാവശ്യം നല്ല സൺസ്ക്രീൻ ഒക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഈ മിനിമലിസ്റ്റിൻ്റെ വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും കേട്ടോ. ഒന്നാമത്തെ കാര്യം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇനി ഇതിനെപ്പറ്റി പറയണ്ടേ. മിനിമലിസ്റ്റിൻ്റെ SPF 50 ഉള്ളതാണ് കേട്ടോ. UV ഡോക്സിൻ്റെ SPF 50 ആണ്, PA+++. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ SPF 50. ഇവിടെ ലൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് കാരണം ഇവിടെ ഫുള്ള് മഴയാണ്, എന്നിട്ടും ഞാൻ വീഡിയോ എടുക്കുന്നു. സോ മിനിമലിസ്റ്റിൻ്റെ SPF 50 ആണ് വിത്ത് 5 വിറ്റമിൻ B5 ബ്രോഡ് സ്പെക്ട്രം നിയാസിൻമൈഡ് ഉണ്ട്, പിന്നെ വിറ്റമിൻ B5 വിറ്റമിൻ F ഉണ്ട്, പിന്നെ ബ്രോഡ് സ്പെക്ട്രം ആൻഡ് PA++++. 4 പ്ലസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇത് കാണിച്ചപ്പോൾ ഇത് 3 പ്ലസ് ഉള്ളായിരുന്നു കേട്ടോ. ഇത് 4 എണ്ണം ഉണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും കേട്ടോ. ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് ചെറുതായിട്ട് പിമ്പിൾസ് വന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്തിട്ട്. മേ ബി എൻ്റെ സ്കിൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും, സ്കിൻ ടൈപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. നേരത്തെ എനിക്ക് ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്കിത്. പക്ഷേ അല്ലാതെ അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു ടാനും ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് വേറെ പാക്കും കാര്യങ്ങളൊന്നും ഇട്ട് നമുക്ക് അത് മാറ്റിയെടുക്കേണ്ട പ്രശ്നം വരത്തില്ല. പിന്നെ ഇന്ത്യ സേഫസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ. അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ആമസോണിലൊക്കെ നോക്കി കാണാൻ പറ്റും. 300 400 അത്രയും രൂപ എന്തോ ഉള്ളൂ കേട്ടോ. എനിക്ക് അത്ര തന്നെ ഉള്ളായിരുന്നു. അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ ആണ്. പിന്നെ ഇത് എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ.
മറ്റേതിനേക്കാളും ഇത്തിരിയും കൂടെ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ തോന്നുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റെഡിയാവും. അധികം സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യാറില്ല, ഇങ്ങനെ 2 ഫിംഗർ റൂളിലൊന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ എൻ്റെ ഫേസിന് വേണ്ടത്ര സൺസ്ക്രീൻ എടുക്കുന്നത്. എന്തായാലും നമ്മൾ 2 hour കഴിയുമ്പം ഇത് ആക്കണമല്ലോ. ചെറുതായിട്ടൊരു വൈറ്റനിങ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് നമുക്ക് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് അബ്സോർബ് ആയില്ലേ, കണ്ടില്ലേ? ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്, ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് അത് അബ്സോർബ് ആയി പോകും. പെട്ടെന്ന് ഒരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. ഒരു വൈറ്റ് കാസ്റ്റും ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ്. നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ആണ് മിനിമലിസ്റ്റിൻ്റെ. നെക്സ്റ്റ് മൂന്നാമത്തത് വന്നിട്ട് ഡോക്ടർ ഷെത്തിൻ്റെ, ഷെത്ത് എന്നല്ല പറയുന്നത്, അതെ, എല്ലാ സ്കിൻ ടൈപ്പിനും ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇനി കാണിക്കുന്നത് 3ലും അവർ എഴുതിയിരിക്കുന്നത് എല്ലാ സ്കിൻ ടൈപ്പും. ഇന്ത്യൻ സ്കിന്നിന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി. വൈറ്റമിൻ സ്കിൻ ബാരിയർ ഉണ്ടല്ലോ, അത് റിപ്പയർ ചെയ്യുകയും പിന്നെ നമ്മുടെ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ നല്ലതായിരിക്കും. ബ്രൈറ്റൻ ആക്കാനായിട്ടും പിന്നെ പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതായിരിക്കും. പിന്നെ വൈറ്റമിൻ സി ചില ആൾക്കാർക്ക് ചില സ്കിൻ ടൈപ്പിന് നല്ലതല്ല. വൈറ്റമിൻ സി സിറം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാരണം ഇതിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട്, ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം എനിക്ക് ചില സമയങ്ങളിൽ വൈറ്റമിൻ സി പ്രശ്നമായിട്ട് വരാറുണ്ട്. സോ അല്ലാതെ നോക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. SPF 50 ഉണ്ട്, SPF 50+ ഉണ്ട്, PA 3+ ഉണ്ട്. ഞാൻ സൺസ്ക്രീൻ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. ഒരുപാട് എടുക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു മിസ്റ്റേക്ക് മാറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ആദ്യം വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ബ്ലെൻഡ് ആവും കേട്ടോ. നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ. 2 ഫിംഗർ റൂളിൽ വേണമെങ്കിൽ എടുക്കാം. ഞാൻ 2 ഫിംഗർ റൂളിലൊന്നും എടുക്കാറില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. പെട്ടെന്നൊരു നമുക്കൊരു ഫ്ലോലെസ് ലുക്ക് തരും. പെട്ടെന്ന് ഒരു പ്രൈമറൊക്കെ ഇടുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് ഇത് ഇടുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിൽ വന്ന പോലെ, ഞാൻ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ, നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ നമ്മുടെ ഫേസിന് വന്ന പോലെ ഫീൽ ചെയ്യുന്നല്ല, ഉറപ്പായിട്ടും വരും നമ്മുടെ ഫേസിൽ. മേക്കപ്പ് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ ഇത്രയും കൂടെ ഗ്ലോയി ആയിട്ട് ഇരിക്കും നമ്മുടെ ഡേ ഫുള്ളി സൺസ്ക്രീൻ ഇടുമ്പോൾ തന്നെ. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു തേർഡ് സൺസ്ക്രീൻ ആണ് ഇത്. ഈ 3 അടിപൊളി സൺസ്ക്രീൻ ആണ് ഞാൻ കാണിച്ചു തന്നത്. 2 സൺസ്ക്രീൻ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. 2 കൂടെ എൻ്റെ കയ്യിലില്ല സാധനം വന്നിട്ട്, പക്ഷെ ഞാൻ ചേച്ചീനെ ഇരിക്കുമ്പോൾ ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അക്യുലോജിക്കയുടെ സൺസ്ക്രീന്, പിന്നെ ഡെർംഡോക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. ഡെർംഡോക്ക് ഒരു യെല്ലോ കളറുണ്ട്, ഞാനിവിടെ പിക്ചർ കൊടുക്കാം കേട്ടോ. എനിക്ക് ആ ഒരു ബ്രാൻഡ് 2-3 ബ്രാൻഡ് ഉണ്ട്, അതേപോലെ മിക്സ് ആയി പോകും പേര്. സോ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 സൺസ്ക്രീൻ. 2 സൺസ്ക്രീൻ ഉണ്ട്, ബട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലില്ല. ബാക്കി 3 ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.